പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന്റെ ആയുധ സംവിധാനങ്ങളുടെ നേരിട്ടുള്ള വിതരണക്കാരല്ലെങ്കിലും നിർണായകമായ പല ഘടകങ്ങളും സാങ്കേതിക വിദ്യകളും ലഭ്യമാക്കുന്നത് ഈ രാജ്യങ്ങളാണ്. ഇസ്രായേലിന്റെ ആയുധങ്ങളും ഉപകരണങ്ങളും ഇതേ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിന് ആവശ്യമായ ഘടകങ്ങൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിലെ ആശങ്കയാണ് ഇന്ത്യയിലേക്ക് തിരിയാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത്. അതിർത്തിയിലുടനീളം സുരക്ഷാ വെല്ലുവിളി നേരിടുമ്പോഴും നിർണായകമായ പ്രതിരോധ ഉപകരണങ്ങളുടെയും ഘടകങ്ങളുടെയും ലഭ്യതയിലുണ്ടാകുന്ന കുറവ് വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേലിനുണ്ടാക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യാവസായിക അടിത്തറ വികസിച്ചു വരുന്നു. അതോടൊപ്പം നിർമ്മാണ ആവാസ വ്യവസ്ഥയും മെച്ചപ്പെടുന്നു എന്നതുമാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലുമായി പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് തന്ത്രപരമായ സഹകരണത്തിന്റെ ചരിത്രവുമുണ്ട്. ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും സുരക്ഷാപരമായ ദുർബലതകളും കാരണം പ്രതിരോധ ഉൽപാദനത്തിനും ഘടകഭാഗങ്ങളുടെ നിർമ്മാണത്തിനും വികസനത്തിനുമൊക്കെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. സംഘർഷ സമയങ്ങളിൽ സ്വന്തം അതിർത്തിക്കുള്ളിൽ മാത്രം ഉൽപാദനം കേന്ദ്രീകരിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ച് ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട്. ഇക്കാരണത്താലാണ് ഇന്ത്യയുമായുള്ള ദൃഢമായ ബന്ധം ഇസ്രായേലിനെ ആകർഷിക്കുന്നത്.